Hello friends, Assalamualaikum. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആക്കിയിട്ട് ചെമ്മീനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എഗ് കൊണ്ടും ഇത് ഉണ്ടാക്കാം ട്ടോ. അപ്പം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് ആയിട്ട് കിട്ടും. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 2 കപ്പ് ബിരിയാണി റൈസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം ട്ടോ. അപ്പം നമ്മൾ സാധാ ബിരിയാണി റൈസ് 2 കപ്പ് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ചെമ്മീൻ. അപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ചെമ്മീൻ എടുക്കണം. അപ്പം അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2-3 നുള്ള് ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്സും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ദാ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അതിനായിട്ടൊരു 10 വെളുത്തുള്ളിയും ഒരു 7 ചെറിയ ഉള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടിയും കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 2 പച്ചമുളക്. എരിവ് നിങ്ങൾ ശ്രദ്ധിക്കണം, എരിവില്ലാത്ത പച്ചമുളക് ഞാൻ ഇപ്പോൾ എടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വേണം, പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനിതാ 2 വറ്റൽമുളക്, ഉണക്കമുളകില്ലേ, അതാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇല്ലേ, തേങ്ങ ചിരകിയത്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം, ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ റൈസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാട്ടോ കുസ്ക. അതായത് ഇതിലേക്ക് ചെമ്മീനോ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും വേണ്ട, പ്ലെയിൻ ബിരിയാണി ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് 2 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു കറുവപ്പട്ടൻ്റെ ഒരു പീസ്, പിന്നെ ഒരു 2 കറുവപ്പട്ടൻ്റെ ഇല. ഇനി അതൊന്ന് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടിയും ഒന്ന് വറക്കാം. അപ്പം ഇനി അത് ഒരു ഗോൾഡൻ കളറായാൽ നമുക്ക് 2 ഉള്ളി, ഇപ്പോൾ നമ്മൾ 2 കപ്പ് റൈസല്ല എടുത്തത്, അപ്പോൾ അതിനെ കൊണ്ട് ഒരു 2 ഉള്ളിയാണ്, ഒരു അത്യാവശ്യം മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ചേർത്തത്. അതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമ്മൾ ഒരു തക്കാളിയാണ്, ഇപ്പോൾ 2 ഉള്ളി എടുത്താൽ അതിൻ്റെ പകുതി തക്കാളി എടുക്കാം. അപ്പം അതും ഒരു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇല്ലേ, അത് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളിപ്പം ചെമ്മീനോ അങ്ങനെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം. അപ്പോൾ തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തൈര് ഇട്ടാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഇതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം, അതായത് കുതിർത്ത് വെച്ചത് കൊണ്ട് 2 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നത്, കറക്റ്റ് വെള്ളമാണ്. അതായത് 2 കപ്പ് അരി എടുത്തപ്പം ഇത് 250 ml 2 കപ്പ് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇനി അതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ
കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും അരിഞ്ഞത് മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഫ്ലെയിമൊക്കെ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക, അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ ഇങ്ങനെ അലിഞ്ഞൊരു പോലെ തോന്നും, വേവ് കൂടിയോന്നൊക്കെ തോന്നും. പക്ഷേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവ് ആയിരിക്കും. കറക്റ്റ് നമ്മളെ റൈസൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. കുറച്ചൊന്ന് ഈ ഒരു പതയ്ക്കുന്ന ചൂട് മാറിക്കഴിഞ്ഞാൽ അടിപൊളി കറക്റ്റായി കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.